അപ്പം മച്ചന്മാരെ നമ്മിന്നില്ല നല്ല നല്ല താറാവ് കുട്ടന്മാരെ റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടി എങ്ങനെയാന്ന് അറിയാം, നല്ല തേങ്ങ അരച്ചിട്ട്. അപ്പൊ ഇത് നമ്മ ബ്രസീലിൽ നിന്നാണ് വന്നേക്കണത്. ഇത് ഫുജേറിന്നാണ് നമ്മ ഓർഡർ ചെയ്തേക്കണത്. പക്ഷെ നാടൻ സ്റ്റൈല് കുട്ടനാട് സ്റ്റൈല് നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിട്ടാ സീക്രട്ട് അരപ്പ് റെസിപ്പി ഉണ്ടിട്ടാ. അപ്പൊ ആ റെസിപ്പിക്ക് വേണ്ടി നമ്മൾ ചാനൽ ഒന്ന് ഫോളോ ചെയ്തു. റെഡിയാക്കി വെച്ചിട്ടുണ്ട്. താറാവ് കുട്ടന്മാർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവൻ അങ്ങോട്ട് റോസ്റ്റ് ചെയ്തെടുക്കാൻ പോവാണ്. നമ്മ താറാവ് ഉണ്ടാക്കുമ്പോഴേ താറാവ് സാധാരണ പുഴുങ്ങി മസാലയൊക്കെ ഇട്ട് വെച്ചിട്ട് കാര്യമൊന്നുമില്ല. അതിന് പ്രത്യേക ഒരു മസാല വേണം. അത് കാരണം എന്ന് വെച്ചാൽ അതിന്റെ മാംസത്തിലോട്ട് ഭയങ്കര ഹാർഡായിട്ടുള്ള മാംസമാണ്. അപ്പൊ അതിലേക്ക് അടിപൊളി ഒരു മസാല അതിന് തയ്യാറാക്കണം. അതിന് പാനിലേക്ക് ഇതിൽ വെളിച്ചെണ്ണ കൊണ്ട് ഒഴിക്കുക. എന്നിട്ട് ഇവിടെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് എന്ന് പറഞ്ഞ സംഭവം വരും. അതെന്ന് വെച്ചാൽ നമ്മുടെ തേങ്ങ തന്നെ അത് ഇങ്ങനെ ചിരണ്ടിയ സാധനം, തേങ്ങയുടെ പൊടി, തേങ്ങാപ്പൊടി എന്നൊക്കെ പറയും. പൗഡർ അല്ല ഇത് തേങ്ങ ചിരണ്ടിയത്. അപ്പൊ ഇത് കുറച്ചങ്ങാട് ഇട്ട് കൊടുക്കട്ടെ. ഇതിന് സ്പെഷ്യൽ അരപ്പ് ഉണ്ടാക്കാൻ പോയേണ്ട. ഈ അരപ്പിനാണ് ഈ തേങ്ങ. അപ്പൊ മച്ചമാര് ഇത് കരിയാൻ പാടില്ല കേട്ടാ. ഇത് അങ്ങാടെ ഇളക്കി കൊടുക്കാം. ചെറിയ ചൂടി ചെയ്യണേ നല്ലത്. സമയം എടുത്ത് നല്ലോണം ഇളക്കണം. അല്ല മല്ലിയില്ലേ, മല്ലി ഇട്ട് കൊടുക്കട്ടെ. മല്ലി 3 ടേബിൾ സ്പൂൺ മല്ലി ഇട്ട് കൊടുക്കാം. വേണ്ട. അത് കഴിഞ്ഞിട്ട് കുറച്ച് വറ്റൽ മുളക് ഇട്ട് കൊടുക്കുക. 1 2. അത് കഴിഞ്ഞിട്ട് ഇതിന്റെ മെയിൻ സാധനം നല്ല കുരുമുളക്. താറാവ് എന്നൊക്കെ പറഞ്ഞാൽ തന്നെ കുരുമുളക് അല്ലേ. കുരുമുളക് കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കട്ടോ. അപ്പൊ നമ്മ മല്ലി ഇട്ടിട്ടുണ്ട്, കുരുമുളക് ഇട്ടിട്ടുണ്ട്. താറാവ് സാപ്പിടുമാ ഡക്ക് സാപ്പിടുമാ. അപ്പൊ സാപ്പിടുന്ന് சொல்லி இருக்கு. நம்ம ട്രൈ பண்ண താറാവ് റോസ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പൊ റെസിപ്പിക്ക് വേണ്ടി നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്യുക ഈ മസാല റെസിപ്പി. ഓക്കെ. അപ്പൊ ഇങ്ങനെ അധികം മൂക്കാൻ പാടില്ല കേട്ടോ. ഇത്രയും മതി. എന്ത് തണുക്കാൻ വെക്കണം. ഇതിങ്ങനെ തണുക്കാൻ വെക്കാൻ നമുക്ക്. അപ്പൊ മച്ചമരെ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടിട്ട് 2 ടേബിൾ സ്പൂൺ കടുക്. പിന്നെ ബിരിയാണി മസാലകൾ കുറച്ച് അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ബോൾ ബിരിയാണി മസാല കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ജീരകം ഇട്ട് കൊടുക്കുക 1 ടേബിൾ സ്പൂൺ. ജീരകം ഇട്ട് നമുക്ക് ഗാർലിക് ഇട്ട് കൊടുക്കാം ഒരു 2 ടേബിൾ സ്പൂൺ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ജിഞ്ചർ ഇട്ട് കൊടുക്കുക 1 ടേബിൾ സ്പൂൺ. എരിവുള്ള പച്ചമുളക്. ഇപ്പൊ പൊട്ടിത്തെറിക്കും മാറി കൊടുക്കാണ്ടി പോകും. അപ്പൊ പൊട്ടിത്തെറിക്കാണ്ടിരിക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് ഒനിയൻ മുകളിട്ടിട്ട് കൊടുക്കാം. പറ്റിക്കാം. നമുക്ക് കുറച്ച് ഒനിയൻ മുകളിട്ടിട്ട് കൊടുത്തിട്ട് ഇതിനെ പറ്റിക്കാം. അപ്പൊ ഇങ്ങനെ പൊട്ടൂല, ചിലപ്പോ പൊട്ടൂല. കണ്ണി തെറിക്കും, ആക്സിഡന്റ് പറ്റും. സീനാണ് ഇതിരുത്. ചെറിയ ഉള്ളിയിൽ ചെയ്യണതും നല്ലതായിക്കോട്ടത്. ഇവിടെ ഷാലറ്റ് വന്നില്ല, ഞാൻ ഓർഡർ ചെയ്തിട്ട്. ഷാലറ്റിൽ ചെയ്താലും നാട്ടിൽ ഷാലറ്റ് ചെയ്താൽ മതി കേട്ടോ. ഷാലറ്റ് ചെയ്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഷാലറ്റും ഈ ഒനിയും കൂടി 1:1 എന്ന രീതിയിൽ ഇട്ടാൽ മതി. ഇപ്പൊ ബേ ലീഫ് ഇട്ട് കൊടുക്കാം. ബേ ലീഫ് കരിയൂല. തിളച്ചെണ്ണയിൽ ഇട്ട് കൊടുത്താൽ ബേ ലീഫ് കരിഞ്ഞു പോകും. അപ്പൊ എപ്പോഴും ടിപ്പൊക്കെ സൂക്ഷിച്ച് വെക്കുക. നല്ല കറി ലീവ്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിനങ്ങോട്ട് നല്ലോണം മൂപ്പിക്കും. അപ്പൊ കപ്പലിലെ റെസിപ്പിക്ക് വേണ്ടി ഇതുപോലെ തന്നെ കുറെ റെസിപ്പീസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ കുറെ പേര് പറഞ്ഞു ചിക്കൻ എന്താ ചെയ്യാത്തത്, അങ്ങനത്തെ ഐറ്റംസ് എന്താ ചെയ്യാത്തത്. അപ്പൊ ചിക്കന്റെ വീഡിയോ ഒക്കെ വന്നിട്ടുണ്ട് മച്ചന്മാരെ. അപ്പൊ ഞാൻ ഇന്ന് ഡക്കയിൽ ചിക്കൻ ചെയ്യും, ചില്ലി ചിക്കൻ, നല്ല പ്രോപ്പർ ചില്ലി ചിക്കൻ്റെ റെസിപ്പി ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അത് ഓരോന്നായി നമുക്ക് നാട്ടിലത്തെ പോലെ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റൂല. ഏതെങ്കിലും പോർട്ട് വരണ്ടേ, റേഞ്ച് കിട്ടണ്ടേ. അപ്പൊ ആ ഒരു കപ്പലിൽ സെയിൽ ചെയ്യുന്ന ടൈമിലൊക്കെ വീഡിയോ ഉണ്ടാക്കി വെക്കും. ബാക്കി ടൈമിൽ എഡിറ്റ് ചെയ്യും, പോർട്ടിൽ വരും, അപ്ലോഡ് ചെയ്യും. അപ്പൊ 3 വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാനുള്ള സമയം കിട്ടാറുള്ളൂ. കാരണം എന്ന് വെച്ചാൽ 1-2 ദിവസമൊക്കെ പോർട്ടിലുള്ളൂ. ആ 1-2 ദിവസം പണിയും എടുക്കണം. അതിന്റെ ഇടയിൽ ഫ്രീ ടൈമിലാണ് നമ്മൾ അപ്ലോഡ് ചെയ്യണത്. അപ്പൊ അതുകൊണ്ടാണ് വീഡിയോസ് പതുക്കെ വന്നത്. അപ്പൊ ആരും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ ഈ ഒരു ടൈമിൽ നമുക്കില്ലേ സമയം കളയണ്ട. നമുക്ക് വേഗം തന്നെ ഒരു പാൻ അങ്ങോട്ട് വെച്ചിട്ടില്ലേ, നെയ്യ് വെച്ചിട്ട് കശുവണ്ടിയൊക്കെ അങ്ങോട്ട് വറുത്തങ്ങോട്ട് കോരിയെടുക്കുക. കാര്യമുണ്ട്. ഇത് ചുമ്മാ ഒരു റെസിപ്പി അല്ല, ഒരു സീക്രട്ട് റെസിപ്പിയാണ്. അതാണ് പറഞ്ഞത്. നമ്മൾ ഷാപ്പിലേക്ക് കിട്ടില്ല, നല്ല എരിവുള്ള താറാവ് വറുത്തരച്ചെന്നൊക്കെ പറയൂലേ, ആ ഒരു റെസിപ്പി ഉണ്ടാവും. അപ്പൊ ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കണ്ടുപിടിച്ചോ ഫുൾ റെസിപ്പി. നല്ല ആ മൂലിന്റെ നെയ്യ് ഒഴിച്ചു കൊടുക്കട്ടോ. കശുവണ്ടി അങ്ങനെ ഇട്ട് കൊടുക്കട്ടോ. കുറച്ച് മതി കേട്ടോ. ഒരു ഗാർണിഷിന് വേണ്ടിയാണ്, പക്ഷെ ഒരു ടേസ്റ്റും കിട്ടും ഇതിന്. ഉണക്കമുന്തിരി കുറച്ചിട്ടോ, കൂടുതൽ ഇടാൻ പാടില്ല. എന്നിട്ട് ഞാനിവിടെ കുറച്ചില്ലേ എന്നിട്ടാണെന്നറിയോ, ഫ്രൈഡ് ഒനിയൻ ആണ്. ഫ്രൈഡ് ഒനിയൻ ആണിത്. നിങ്ങൾ നാട്ടിൽ എന്ത് ചെയ്യണമെന്ന് അറിയോ, ഷാലറ്റില്ലേ, നല്ല ചെറിയ ഉള്ളി ഇതുപോലെ തന്നെ നെയ്യിൽ വറുത്ത് മാറ്റി വെക്കണം കേട്ടാ. ഇത് ഏറ്റവും അവസാനം ഇടാനുള്ള സംഭവമാണ്. അപ്പൊ നെയ്യിൽ വറുത്തതാണ് ഇതെല്ലാം. അപ്പൊ ഞാൻ ഫ്രൈഡ് ഒനിയൻ ഇട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ നെയ്യിൽ വറുത്ത ഫ്രൈഡ് ഒനിയന, നെയ്യിൽ വറുത്ത നല്ല ചെറിയ ഉള്ളി, അതിങ്ങനെ സെപ്പറേറ്റ് വറുത്ത് മാറ്റി വെക്കണം. നല്ലതാണ്. അവസാനം ഒരു പെടയുണ്ട്, അങ്ങനെ മാറ്റി വെക്കാം. ഇവിടെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി പൊടികൾ. മഞ്ഞപ്പൊടി 2 ടേബിൾ സ്പൂൺ, മുളക് പൊടി 3 ടേബിൾ സ്പൂൺ, കാശ്മീരി ചില്ലി ഉണ്ടോ, മല്ലിപ്പൊടി 4 ടേബിൾ സ്പൂൺ. ഓൾറെഡി മറ്റേ വറുത്തിൽ അരപ്പിലുണ്ട്, അതുകൊണ്ട് മല്ലിപ്പൊടി 4 മതി കേട്ടോ.
ഇതെല്ലാം കൂടി അങ്ങാട് മൊരിയായിട്ട് അങ്ങോട്ട് മൊരി ആവട്ടെ. അതെ, ഗാർലിക് ജിഞ്ചർ പേസ്റ്റ് 1 2 അരച്ചത്. തക്കാളിക്കുട്ടന്മാർ ഇട്ട് കൊടുക്കാം. തക്കാളി ചോപ്പിട് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ചിട്ടാൽ മതി, കുറച്ച് നമുക്ക് ജ്യൂസ് അടിച്ച് ചേർക്കാം. അപ്പോൾ തക്കാളിക്കുട്ടന്മാരെയും കൂടി ഇട്ടിട്ട് അങ്ങോട്ട് ഇളക്കാം. ഇത്തിരി ഉപ്പിടാം, കുറച്ച് 1/2 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നമ്മുടെ ഹോമിൽ ഫ്രഷ് പൊടിച്ച ഗരം മസാല. ഇതെങ്ങനെയാണ് പൊടിക്കണത് ഞാൻ കാണിച്ചു തരാം ഒരു വീഡിയോയിൽ ഇടാം. ഇതെല്ലാവരും ചോദിക്കേണ്ടത് എങ്ങനെയാണ് എന്താണെന്ന്. ഇതൊരു സീക്രട്ടാണ്. റെഡിമെയ്ഡ് ഞാൻ യൂസ് ചെയ്യാനുള്ള ഗരം മസാല ഇങ്ങനത്തെ യൂസ് ചെയ്താലേ എൻ്റെ ഫ്ലേവർ കിട്ടുള്ളൂ. അപ്പോൾ ഈ ഗരം മസാലയുടെ വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് അപ്പം അറിയാൻ വേണ്ടി ബെൽ ബട്ടൺ ഡിങ് അടിക്കുക കേട്ടോ. അപ്പം നല്ലോണം ജ്യൂസ് അടിച്ചാൽ നല്ല തക്കാളി ഇട്ട് കൊടുക്കട്ടെ. ഈ ഗ്രേവി കിടന്നാണ് ഈ താറാവ് കൂട്ടന്മാര് വേവേണ്ടത്. അത് കഴിഞ്ഞിട്ടാണ് അരപ്പിൻ്റെ രണ്ടാമത്തെ സെക്ഷനാണ് അരപ്പിൻ്റെ ആ ഒരു മസാലയുടെ ആ ഒരു സംഭവം. നമ്മുടെ ബ്രസീലിൽ നിന്ന് വന്ന നമ്മുടെ താറാവ് കൂട്ടന്മാര് എന്ത് വലുതായിരുന്നു ഇത്. കാലക്കണ്ട. അപ്പൊ നിങ്ങളുടെ നാട്ടിൽ നല്ല നാടൻ താറാവ് വെച്ച് ചെയ്യട്ടാ. ഇവിടെ നാടൻ താറാവ് കിട്ടൂല. അതുകൊണ്ട് ഇവന്മാര നമുക്ക് അങ്ങോട്ട് ഗ്രേവിയിലോട്ട് ഇടാട്ടാ. അപ്പൊ ഇന്ന് ഈ ക്യാപ്റ്റനും നോർത്ത് ഇന്ത്യൻസ് ഒക്കെ ഇതൊക്കെ കഴിച്ചിട്ടുണ്ടാവുള്ളൂ. ആദ്യമായിട്ട് കഴിക്കുന്നു എന്നുവെച്ചാൽ ആലോചിക്കും. നമ്മ ഒരാൾക്ക് ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കുകയാണ്. അതും അവരാദ്യമായിട്ട് കഴിക്കണ കാര്യങ്ങൾ എല്ലാ ദിവസവും അവർക്ക് സർപ്രൈസ് ആണ് ടേബിളിൽ ഞാൻ ഒരുക്കണത്. അപ്പൊ അത് തന്നെ വലിയൊരു സംഭവമായിട്ടാണ് ഞാൻ കരുതണേ കേട്ടാ. എന്തല്ലേ, ഇതൊക്കെ നമുക്ക് ചെറിയൊരു സംഭവമാണ്. ഓക്കെ, നമ്മ പഠിച്ച കാര്യങ്ങൾ, നമ്മ എക്സ്പീരിയൻസ്ഡ് ആയ കാര്യങ്ങൾ, മറ്റുള്ളവരുടെ നിന്ന് അറിഞ്ഞ കാര്യങ്ങൾ, ടിപ്സും കാര്യങ്ങളൊക്കെ. അപ്പൊ ഇതൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഒരു അടിപൊളി ഒരു അനുഭവമാണ്. അവര് എന്നുവെച്ചാൽ നമുക്കറിയാം അവരാ കഴിക്കുമ്പോൾ അറിയാം അവരാദ്യമായിട്ട് കഴിക്കണേന്ന്. അപ്പോൾ ചമ്മരെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് അങ്ങോട്ട് മൂടിയൊക്കെ നല്ലോണം വേവണം കേട്ടോ. നല്ല ടൈം എടുക്കും. ഇങ്ങോട്ട് ഇപ്പൊ ഗ്രീൻ ചില്ലി ചോപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ, എരിവിന് വേണ്ടി. ഇപ്പൊ വെള്ളം ഒഴിക്കരുത്. കുറച്ച് കഴിഞ്ഞിട്ട് മസാല ഒന്ന് പിടിച്ചിട്ട് വെള്ളം ഒഴിക്കാം. സ്ലോ കുക്കിൽ അങ്ങനെ വേവട്ടെ കേട്ടോ. അപ്പം മച്ചന്മാരെ നമ്മുടെ താറാവ് കൂട്ടന് റെഡി ആയിട്ടുണ്ട് കേട്ടോ. എത്ര നേരം എന്ന് അറിയോ? ഒരു അരമണിക്കൂറിൽ കൂടുതൽ ഇരുന്ന് സ്ലോ കുക്കിൽ വെന്തിട്ടുണ്ട് കേട്ടോ. നിങ്ങളെ നല്ല കറിച്ചട്ടിയിലൊക്കെ ഇടാം, നല്ല മൺകലത്തിലൊക്കെ വെച്ച പൊളിയായിരിക്കും ഇട്ടത്. അപ്പൊ നമ്മ ഇട്ട നേരത്തെ ഇട്ട ഒനിയൻ മറ്റേ എന്താ പറയാ തക്കാളി, ഇത് കാര്യങ്ങളെല്ലാം ഇതിൽ യോജിച്ച് ചേർന്നിട്ടുണ്ട് കേട്ടോ. കേട്ടാ, ഇനി ഇത് ഫുള്ള് ഗ്രേവി, തിക്ക് ഗ്രേവി ആയിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ സീക്രട്ട് അരപ്പ്. ഇതിലാണ് മോനെ ആ ഒരു പഞ്ചിരിക്കണത്. അപ്പൊ മച്ചാമാരെ നല്ലോണം കുറച്ചിച്ച് വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ വെച്ചേക്കണം. നേരത്തെ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച തേങ്ങ ആ മസാലയൊക്കെ ഉണ്ടത്. അപ്പൊ ഇതങ്ങാട് ഇട്ട് കൊടുക്കാം. എല്ലാവരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്, ഇത് ആദ്യം ഇടും. ഈ താറാവ് ഇടുമ്പോൾ തന്നെ ഇതിട്ടിട്ട് വേവിക്കും. അപ്പല്ലേ ഇതിന്റെ ഈ തേങ്ങയുടെ ആ ഒരു ടേസ്റ്റ് മാറിയിട്ട് ഒരു കയ്പ്പ് വരും. അതാണ് അബദ്ധം പറ്റണത്. ശ്രദ്ധിക്കുക, ഈ ടൈമിലാണ് ഈ അരപ്പിടേണ്ടത്. എനിക്കും പറ്റിയിട്ടുണ്ട് അബദ്ധം. അതുകൊണ്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അപ്പൊ മച്ചന്മാരെ ഇതൊക്കെ ടിപ്പാണ്. അപ്പൊ ഇങ്ങനെ താറാവ് കറി നല്ല മസാല, നല്ല പൊളി തേങ്ങ അരച്ച് അറിയാൻ പാടില്ലാത്തവർക്ക് നേരെ അയച്ചു കൊടുത്തോട്ടെ, ഷെയർ ചെയ്ത് കൊടുത്തോ ഈ ഒരു റെസിപ്പി. പൊന്നാളി അതെ ആ അരപ്പ്, ഈ അരപ്പിൻ്റെ കൂടെ നല്ല ചോറ്, അല്ലെങ്കിൽ നല്ല വെള്ളയപ്പം, അല്ലെങ്കിൽ നല്ല ചപ്പാത്തി, ഇടിയപ്പം, ഇതൊക്കെ ഉണ്ടെങ്കിലേ വേറെ ലെവലാണ് ഈ കറി. അപ്പൊ ഇത് തീർന്നിട്ടില്ല. ഇതിങ്ങനെ ഇരിക്കണം. ഇത് ഞാൻ വൈകിട്ടാണ് സെർവ് ചെയ്യണം. ഇപ്പൊ ഉച്ചക്ക് ഉണ്ടാക്കിയാണ്. അപ്പൊ വൈകിട്ടാവുമ്പില്ലേ മീയാ സാധനവും. അപ്പൊ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്, വെന്തിട്ടുണ്ട്. ഇനി ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് മൂടി വെച്ച് വേവിക്കണം. എൻ്റെ ഉപ്പും കാര്യങ്ങളൊക്കെ ഇപ്പം നോക്കാം. കറക്റ്റ് ഉപ്പ്. ആ കാര്യം എന്ന് പറയുമോ, നമ്മ ഈ അരപ്പിലും 1/2 ടേബിൾ സ്പൂൺ ഉപ്പിട്ടിട്ടാണ് അരച്ചത് കേട്ടോ. ഞാൻ പറയാൻ മറന്നുപോയി. ഇത് അപ്പം നമ്മ എന്താണെന്നറിയോ, നമ്മ ഈ അരപ്പിൽ ഉപ്പിട്ടില്ലെങ്കിൽ ഡയറക്റ്റ് അരപ്പിട്ടാൽ അരപ്പിക്കേറി ഉപ്പ് പിടിക്കൂല. അപ്പം നിങ്ങൾ കുറച്ച് ഗ്രൈൻഡ് ചെയ്യുമ്പോൾ കുറച്ചുപ്പ് അതിന് കറക്റ്റ് പാകത്തിന് ആ ഉപ്പിട്ട് അരച്ചാലേ ഓരോ മൈന്യൂട്ട് പാർട്ടിക്കിളും ഈ താറാവിനെ കയറി പിടിക്കും വിത്ത് സോൾട്ട്. അപ്പം ഇതൊക്കെ നിങ്ങൾ ആലോചിച്ചൊക്കെ. കുക്കിംഗ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ആർട്ട് ആൻഡ് സയൻസ് എന്നാണ്. ആർട്ടിൻ്റെയും സയൻസിൻ്റെയും കൂടി ഒരു കോമ്പിനേഷനാണ് ഈ കുക്കിംഗ്. ഇത് രണ്ടും കറക്റ്റായിട്ട് വന്നാലേ ദ പ്രൊഡക്റ്റ്, ആ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് പക്കയായിട്ട് കിട്ടുള്ളൂ. ആ ഒരു കെമിക്കൽ റിയാക്ഷൻ സക്സസ് ആവുള്ളൂ. മനസ്സിലായോ? അപ്പോൾ ഇത് ഇങ്ങനെ ഇരിക്കട്ടെ. ഇനി ഇതങ്ങോട്ട് മൂടി വെക്കാം. അപ്പോൾ ഞാനൊരു പീസ് എടുത്ത് ടേസ്റ്റ് ചെയ്തു. വെന്തിട്ടുണ്ടെന്ന് അറിയണം. ഇതിന് വേവ് കൂടുതലാണ്. പുന്നളിയം മസാലയൊക്കെ അങ്ങോട്ട് കയറി പിടിച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ പൊന്നു രക്ഷയില്ല. ഇനി ഇവനെ തിളക്കാൻ പെടേ നമ്മ ഒഴിക്കാം, മാറ്റി വെക്കാം.
നീ വെന്ത കണ്ട നമ്മൾ വറുത്ത് വെച്ചേക്കണ അണ്ടിപ്പരിപ്പ് ഒന്ന് എൻ്റെ പൊന്നോ അടിപൊട്ടി ഓ നെയ്യില് വറുത്തേക്കണ ഈ സാധനം കൂടെ അങ്ങോട്ട് ചെല്ലുമില്ലേ പൊളിയാം. അവസാനം തീരാൻ പോയാണ് കുറേപ്പില അച്ഛന്മാരെ ഏറ്റവും അവസാനം നല്ല മല്ലിയില അങ്ങോട്ട് വിതറി കൊടുക്കട്ടാ. ഇതും കൂടി ഇട്ട് കഴിഞ്ഞാലേ സംഭവം പരിപാടി പക്കയായിട്ടുണ്ട്. ഉപ്പൊന്നില്ലേ, ഉപ്പ് ഞാൻ വെറുതെ പറയല്ല, ഉപ്പ് കറക്റ്റാണ്. ഞാനിപ്പോ ഇങ്ങനെ ഇടണല്ല, ഉപ്പ് കറക്റ്റ് എന്ന് വെച്ചാൽ അങ്ങാടൂല്ല ഇങ്ങാടൂല, ഒരു രക്ഷയില്ല. അത് കണ്ട ആ ഒരു അരപ്പ് നോക്കി നിങ്ങൾ, ഒരരപ്പ് കണ്ട, അരപ്പിന്റെ ഒരു കളർ ഉണ്ടാ. ഈ റെസിപ്പി നിങ്ങൾ ഫോളോ ചെയ്തിട്ട് ഒന്നുണ്ടാക്കി നോക്ക്. ഇതിലെന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ പേഴ്സണൽ മെസ്സേജ് അയച്ചോ, ഞാൻ പറഞ്ഞുതരാം. അത്രക്ക് ഗ്യാരണ്ടി ആയിട്ട് നിങ്ങൾക്ക് ഞാൻ പറയാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മസാല പോരാന്നുണ്ടെങ്കിൽ നമ്മുടെ സ്പെഷ്യൽ പൊടിച്ച ഗരം മസാല ഇടാം, ഗ്രീൻ ചില്ലി ഇടാം, എരിവിന് വേണ്ടിയിടാം, എരിവായിരിക്കും. ഇനി ലാസ്റ്റ്, ഏറ്റവും ലാസ്റ്റ് നല്ല ഷാപ്പിലേക്ക് പോലെ നല്ല കുരുമുളക് പൊടി അങ്ങോട്ട് വിതറങ്ങോട്ട് കൊടുക്കാൻ മോനെ. ഓ ഇന്ന് നമ്മുടെ പിള്ളേര് പൊളിക്കട്ടെ എന്നുവെച്ചാൽ അത്രക്ക് അടിപൊളിയായിട്ടുള്ള സാധനം ഉണ്ടാകും. ഗ്രേവി കണ്ട എനിക്ക് കൊതിയാണ്. ഞാനിപ്പോൾ തന്നെ കഴിക്കാൻ വേണ്ട, എനിക്ക് വെയിറ്റ് ചെയ്യാൻ വയ്യ. എന്നുവെച്ചാൽ കപ്പലിൽ താറാവ് വല്ലപ്പോഴേ ഉണ്ടാക്കുള്ളൂ. എന്ന കാര്യം എന്ന് വെച്ചാൽ ഈ സംഭവം അങ്ങനെ നോർത്ത് ഇന്ത്യൻസ് ഒക്കെ ഉള്ള കാരണം, പിന്നെ തമിഴ്നാട്, കേരളത്തിൽ തന്നെ കണ്ണൂരുകാർ തന്നെ മേരാക്ക് താറാവ് കഴിക്കാറില്ല എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പം ഒന്നാലോചിച്ചോക്കേ. പക്ഷെ ഇവിടെ നമ്മുടെ പിള്ളേര് ഇത് കഴിച്ചോളൂ. ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കും, സാധാരണ കപ്പലൊന്നും ഉണ്ടാക്കാറില്ല താറാവ്. പക്ഷെ ഇവിടെ ഞാൻ തേങ്ങ അരച്ചും പാല് കറിയും വെച്ചും ഇത് പല റെസിപ്പി എനിക്കറിയാം. അപ്പം ഇതാണ് എൻ്റെ മെയിൻ ഹൈലൈറ്റ്, എൻ്റെ ഫേവറേറ്റ് ഡിഷ് ഇതാണ്, ഈ താറാവിൻ്റെ ഈ ഒരു ഗ്രേവി. ഓ ഇതാണ് സംഭവം. കണ്ട നല്ല ഷാപ്പിലേക്ക് പോലെ സെയിം സാധനം, അങ്ങാടുമില്ല ഇങ്ങാടുമില്ല. അതാണ് ഈ കയ്യിലിരിക്കുന്നത്. ഇവനെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് അടിച്ചാലേ പൊളിയാണ് മച്ചന്മാരെ. അപ്പം ഞാൻ ഒന്ന് പൊളിക്കാൻ വേണ്ടി ഇവനാ. അപ്പം മച്ചന്മാരെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്യണം മറക്കരുത്. അപ്പം നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ കുറേ ഇവൻസിൻ്റെ സ്റ്റോറീസും കാര്യങ്ങളും വരും, അതൊക്കെ അറിയാനായിട്ട് ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്യണം. പിന്നെ ഈ റെസിപ്പി അറിയാത്തവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇത് അടിപൊളി, കുറേ പേർക്കൊക്കെ ഒന്ന് അറിഞ്ഞുകൂടി ഈ റെസിപ്പി. അപ്പം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മച്ചാമാരെ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആ ഒരു ഒനിയനില്ലേ, നിങ്ങൾ ഉള്ളിയൊക്കെ വറുത്തിട്ടില്ലേ മറ്റേ നെയ്യിൽ, എപ്പോൾ അതൊക്കെ ഇങ്ങനെ കടിക്കാൻ കിട്ടും. പിന്നെ തീർന്ന് അതൊക്കെയാണ് അടിപൊളി. ഇപ്പം ഇവനെ ഞങ്ങൾ മൂടി വെക്കാം. പൊളി മച്ചന്മാരെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടിപൊളി, എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അതാണ് എന്ന് വെച്ചാൽ ഈ പ്രോഡക്റ്റ് കിട്ടിയില്ലേ, ഞാൻ ഉദ്ദേശിച്ച എൻ്റെ മനസ്സിൽ ആ സാധനം കിട്ടി, അതിന്റെ സന്തോഷമാണ്. അപ്പം മച്ചന്മാരെ ഓ നമ്മുടെ താറാവ് കണ്ട, അതിന്റെ ആ തിക്നെസ് കണ്ട, ഗ്രേവി കണ്ട മോനെ, ഗ്രേവി കണ്ട. അപ്പം നമ്മ ഈ അരപ്പെങ്ങനെ റെഡിയാക്കിയത് നിങ്ങൾക്ക് അറിയാലോ. അതെ, നമുക്ക് നല്ല കാലിന്റെ കഷ്ണം, എവിടെ വേണ്ട, കാലിന്റെ കഷ്ണം അങ്ങോട്ട് ഇടാം. വൈറ്റ് റൈസ് ആണ് ഇതിന് വേണ്ടത്. ഇന്ന് ഇവിടെ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനുമാണ്. അതുകൊണ്ടാണ് നമ്മ അവരപ്പിൻ്റെ ആ ഒരു സംഭവം കണ്ട, തിക്നെസ് ഉണ്ടാവും. ഇതിൽ നല്ല കുരുമുളക് അരച്ചതും. അപ്പോൾ മച്ചമ്മൻ്റെ ഈ ഗ്രേവി അങ്ങോട്ട് ഇതിലൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കട്ടോ. നല്ല ചൂട് ഗ്രേവി ഉണ്ടാവും. അത് നല്ല അരപ്പ്, നല്ല ഗരം മസാലയുടെ അരപ്പും നല്ല കുരുമുളക് പൊടിയും നല്ല തൊലിയുള്ള നെയ്യ് പീസ് താറാവിൻ്റെ അതാണ് ഈ സാധനം. അപ്പൊ ഇതും കൂടി പിടിച്ചോ, ഞാൻ ഒന്ന് പിടിക്കാൻ പോവാണ്. ബാ അപ്പം മച്ചാമാര് നമ്മുടെ നല്ല താറാവ് റോസ്റ്റ്, താറാവ് മസാല, നല്ല അരച്ച നല്ല ഷാപ്പില കുരുമുളകില്ലേ, നിങ്ങൾ കഴിച്ചല്ലേ, ആ ഒരു സെയിം സംഭവം തന്നെയാണ് ഈ റെസിപ്പി. അപ്പല്ലേ ഇതിന്റെ കാല് തന്നെ അങ്ങോട്ട് ആദ്യം കടിച്ചോക. പൊന്നും അടിപൊളിയുണ്ടോ, അടിപൊളി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, അത്രക്ക് ടേസ്റ്റും. കടലമ്മയാണ് സത്യം, അത്രക്ക് ടേസ്റ്റാണ്. ഞാൻ താറാവ് കുറേ പ്രാവശ്യം ഉണ്ടാക്കിയാണ്, പക്ഷെ ഇത്രയും ടേസ്റ്റ് വന്നിട്ടില്ല താറാവ് ഉണ്ടാക്കിയത്. ആദ്യമായിട്ടാണ് ഇത്രയും ടേസ്റ്റ് വന്നേക്കണത്. അതിൻ്റെ ആ ഗ്രേവി കണ്ട, നല്ല തൈരും ആ ഒരു ഗ്രേവിയും ഇത്തിരി താറാവിൻ്റെ ആ ഒരു കാലിൻ്റെ ആ ഒരു മാംസം കൂടി വെച്ചിട്ടില്ലേ. ഇതിൻ്റെ കൂടെ പൊറോട്ട, ചപ്പാത്തി, പുട്ടൊക്കെ പൊടിക്കും. നല്ല നെയ് പീസ്, നല്ലില്ലേ ചെസ്റ്റ് പീസ്, അതിൻ്റെ മുകളിലൊരു എല്ലുണ്ട്, പിന്നെ ആ ഒരു തൂങ്ങിക്കിടക്കണം നെയ്യ് ഇതില്ലേ. ഓ
അടിപൊളി ഞാൻ അടിപൊളി. അപ്പം ഇങ്ങനത്തെ അടിപൊളി റെസിപ്പീസ് ഇനിയും വേണ്ടിയിട്ട് നമ്മുടെ ചാനലിൽ. അപ്പം സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത്. അപ്പം ഇങ്ങനത്തെ അരപ്പ്, ഇങ്ങനത്തെ സീക്രട്ട് അരപ്പ്, ഇങ്ങനത്തെ അരച്ച താറാവ് റോസ്റ്റും താറാവ് മസാലയും താറാവ് തേങ്ങ അരച്ചതൊക്കെ നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് അയച്ചു കൊടുത്തു. സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാൻ മറക്കാതെ. നല്ല ബ്രസീലിൽ നിന്നാണ്, നല്ല ബ്രോയിലർ താറാവാണ്. ഇതൊക്കെ നാടൻ താറാവ് ചെയ്താൽ ഒന്നും പറയണ്ട, അടിപൊളിയാണ്. ഒരു മുട്ടയുടെ ഉണ്ണിയും മുട്ടയും തൈരും ഗ്രേവും കൂടി ഇല്ലേ ഇങ്ങനെ ഗ്രേവിയില് ഒരു പുഴുങ്ങി മുട്ട ഇട്ട് കഴിച്ചാലും ഇല്ലേ ഗംഭീര ടേസ്റ്റാണ്. ഒരു രക്ഷയില്ലെങ്കിൽ പറയാൻ വാക്കുകൾ കിട്ടണില്ല ഈ താറാവിനെ കുറിച്ചും. അപ്പഴേ പോയിക്കൊണ്ടിരിക്കുന്നു താറാവ്. അടിപൊളി ഭക്ഷണം. ഇതാണ് ലൈഫ്, അങ്ങനെ ആയിരിക്കണം ലൈഫ്. അപ്പോൾ നിങ്ങൾക്ക് അപ്പോഴേ ഒന്ന് ഇങ്ങനത്തെ അടിപൊളി ഫുഡൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്താൽ അപ് ടു ഡേറ്റ് ജോബ് വാക്കൻസിയും എങ്ങനെയാണ് പോകേണ്ടത്, ഇൻ്റർവ്യൂ കാര്യങ്ങൾ, കോഴ്സിൻ്റെ ഡീറ്റെയിൽ എല്ലാം യൂട്യൂബ് ചാനൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാൻ മറക്കരുത്. നാട്ടിൽ ചെന്നിട്ട് കുറേ കുക്കിംഗ് വീഡിയോസും കുറേ ഇവൻറ്റ്സും കുറേ റെസ്റ്റോറൻറ്റ്സും അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അറിയാണ്ട് ഇൻസ്റ്റാഗ്രാമും ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടിപൊളി തേങ്ങരച്ച താറാവ് കറി.